നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്ന് നവരാത്രി സീരീസിന്റെ ഡേ 3 ആണ് കേട്ടോ. അതായത് മൂന്നാമത്തെ ദിവസം നമ്മൾ ദേവി ആരാധിക്കുന്നത് ദേവി ചന്ദ്രകാന്ത അല്ലെങ്കിൽ മാതാ ചന്ദ്രകാന്ത എന്നുള്ളൊരു പേരിലാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ദേവി ഭഗവാൻ ശിവശങ്കരനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഘോര തപസ് ചെയ്തു, കഠിന തപസ് ചെയ്തു. അതിനുശേഷം ഭഗവാൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ തന്നിലേക്ക് സ്വീകരിക്കണം, അതായത് ദേവിയെ സുമംഗലിയാക്കുകയാണ്. അപ്പൊ ഈ ഒരു സുമംഗലിയായ അവതാരത്തെയാണ് നമ്മൾ ദേവി ചന്ദ്രകാന്ത എന്ന് പറയുന്നത്. സുമംഗലി ആയതിനു ശേഷം ചന്ദ്രദേവനെ, അതായത് ചന്ദ്രനെ ഭഗവതി ദേവിയിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവിയിലേക്ക് ആ ഒരു ചന്ദ്രനെ സ്വീകരിച്ച് ദേവിയുടെ തിരുനെറ്റിയിൽ, അതായത് തിരുമുടിയിൽ ചൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേവിയെ ചന്ദ്രകാന്ത എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, ദേവിയെ സുമംഗലി ആയതിനു ശേഷം ശക്തി സ്വരൂപിണി, അതായത് ശിവന്റെ ശക്തി എന്നുള്ളൊരു പേരിലും കൂടെ ദേവിയെ അറിയപ്പെടുന്നുണ്ട്. സിംഹത്തിന് പുറത്ത്, അതായത് സർവ്വ ആയുധങ്ങളും ഏന്തി ചന്ദ്രനെ ചൂടി സിന്ദൂരം അണിഞ്ഞാണ് ചന്ദ്രകാന്ത ദേവിയെ നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നത്. അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് വെക്കുന്നത്, നമ്മൾ ഒരു സ്ത്രീ ഒരു വിവാഹത്തിന് ശേഷം ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മാറ്റമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുമംഗലിയായ എല്ലാ സ്ത്രീകളെയും ശക്തി സ്വരൂപിണിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീക്ക് പിന്നീടുള്ള തന്റെ ജീവിതത്തിൽ ശക്തിയെ കാണിക്കാനാണ്, ശക്തി എന്നുള്ളൊരു ഒരു സിംബോളിസം കാണിക്കാനാണ് ദേവി സർവ്വ ആയുധങ്ങളും ഏന്തി അതേപോലെ തന്നെ ചന്ദ്രനെ ചൂടി നിൽക്കുന്നത്. ഒരു സ്ത്രീയും അബലയല്ല എന്ന് കാണിക്കുന്ന ഒരു സൂചനയും കൂടിയാണ് ഈ ദേവി ചന്ദ്രകാന്തയുടെ രൂപം എന്ന് പറയുന്നത്. ചന്ദ്രദോഷമുള്ള ജാതകമുള്ള ആൾക്കാർ ദേവി പാർവതിയെ, അതായത് ദേവി ചന്ദ്രകാന്ത മാതാവിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിലുള്ള ചന്ദ്രദോഷങ്ങളെല്ലാം മാറിക്കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടെ നമുക്കിടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആശംസിക്കുന്നു സുമംഗലിയായ സ്ത്രീകളും അതല്ലാത്ത സ്ത്രീകൾക്കും എല്ലാവർക്കും ചന്ദ്രകാന്ത മാതാവ് തന്റെ ശക്തിയായി പ്രവർത്തിച്ച് ദേവി ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് നവരാത്രി ദിവസത്തിലെ മൂന്നാമത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ചന്ദ്രകാന്ത ദേവിയെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ നിങ്ങൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.